ചില സ്ഥലങ്ങൾ ഓർമ്മകളെ സമ്മാനിക്കും, എന്നാൽ ലഡാക്ക് അനുഭവങ്ങളെയാണ് സമ്മാനിക്കുന്നത്. ഇവിടെ പ്രകൃതി നിങ്ങളുടെ കണ്ണുകളെ വിസ്മയിപ്പിക്കും. അതേ പ്രകൃതി തന്നെ ഓരോ നിമിഷവും നിങ്ങളെ പരീക്ഷിക്കുകയും ചെയ്യും. ഉയരം, ഓക്സിജന്റെ കുറവ്, ഗൂഗിൾ മാപ്പിൽ പോലും ഇല്ലാത്ത വഴികൾ. ഇവിടെ ജയിക്കുന്നത് ഏറ്റവും ശക്തനായ ആളല്ല, മറിച്ച് അവസാനം വരെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ച ആളാണ്. ഞങ്ങളുടെ ഈ യാത്രയിലെ പുതിയ പരീക്ഷണങ്ങൾക്ക് സാക്ഷിയാകാൻ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ അഭിലാഷ് രാവിലെ തന്നെ ബൈക്കൊക്കെ റെഡിയാക്കുക കേട്ടോ. റെഡിയാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിൻ ലൂപ്പൊക്കെ അടിച്ച് ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ആക്കണം. പിന്നെ 1-2 ബൈക്കിന് കുറച്ച് സൗണ്ട് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ബൈക്കൊക്കെ റെഡിയായി, നമ്മൾ റെഡിയാണ്. അപ്പൊ പിന്നെ തുടങ്ങയല്ലേ. അപ്പോൾ നമ്മൾ ഹൺഡ്രന്ന് ഇറങ്ങി താങ് വില്ലേജ്. താങ് എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ ബോർഡറാണ്, LOC. ഇവിടുത്തെ ലാസ്റ്റ് പോയിന്റ് അതാണ് താങ് വരെ പോയിട്ട് നമ്മൾ തിരിച്ച് ഹൺഡ്രഡിലേക്ക് തന്നെ വരും. പിന്നെ ഹൺഡ്രഡിൽ നമ്മൾ പാങ്കോങ് ലക്ഷ്യമാക്കിയിട്ട് നേരെ പോകും. പാങ്കോങ് ഇന്ന് എന്തായാലും എത്താൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എവിടെ സ്റ്റേ കിട്ടുന്നോ, ഒരു ഏകദേശം ഇവിടുന്ന് ഹൺഡ്രഡിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ കൂടെ മേളിൽ പോയിട്ട് എവിടുന്ന് സ്റ്റേ കിട്ടുന്നോ അവിടെ സ്റ്റേ ചെയ്യാന്നുള്ള പ്ലാനിലാണിപ്പോൾ. നോക്കാം മാക്സിമം എങ്ങനെയാണ് പരിപാടി നടക്കുന്നത്. നമ്മളിന്ന് ശരിക്കും 7 ദിവസം കംപ്ലീറ്റ് ആയിട്ടോ. നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച ഡൽഹിയിൽ ഇറങ്ങിയതാണ്. എന്നിട്ടിപ്പോൾ ഏകദേശം 7 ദിവസം കംപ്ലീറ്റ് ആകുമ്പോൾ 1500 കിലോമീറ്റർ റൈഡ് ചെയ്തിട്ടുണ്ട്. 1500 കിലോമീറ്റർ റൈഡ് ചെയ്ത് നമ്മൾ 100 വരെ എത്തിയിട്ടുണ്ട്. സോഫാർ എല്ലാം ഓക്കെ ആയിരുന്നു. കാർത്തുങ്കളയിൽ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ടായിരുന്നു തലവേദന. നമ്മുടെ കൂടെ വന്ന മോസ്റ്റ്ലി എല്ലാവർക്കും തലവേദന ഉണ്ടായിരുന്നു. എല്ലാം ഏകദേശം വന്ന് 100 വന്ന് കുറേ പേരൊക്കെ കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങി, ഒരു 1 hour ഒക്കെ കിടന്നുറങ്ങിയിട്ടാണ് നമ്മൾ 100 മറ്റേ സാൻഡ് ഡ്യൂൺസ് ഒക്കെ വിസിറ്റ് ചെയ്തത്. ഓക്കെ, നമ്മൾ ഇതൊന്നും തളരില്ല. നമ്മൾ മുന്നോട്ട് തന്നെ നമ്മൾ വന്ന ലക്ഷ്യം ലഡാക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഉംലിംഗ് ലൈനിലും പോയിരിക്കും. അങ്ങനെ ഒരു പോയിന്റും നമ്മൾ മിസ് ചെയ്യില്ല. നമുക്ക് എല്ലാ കൊല്ലവും ലഡാക്ക് റൈഡെന്നും പറഞ്ഞ് വരാൻ പറ്റില്ല. അപ്പോൾ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതാണ് എൻ്റെ ഒരു വേ ഓഫ് തിങ്കിങ്. അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഇവിടെ നിന്ന് താങ് വില്ലേജിലേക്ക് ഏകദേശം 2 മണിക്കൂറിൽ കൂടുതൽ യാത്രയുണ്ട്. ഈ 2 മണിക്കൂറിൻ്റെ യാത്രയല്ല അവിടെ കാര്യം. മെയിനായിട്ട് വരാൻ പോകുന്നത് ഇവിടെ റോഡ് എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കുക. മോസ്റ്റ്ലി ലഡാക്ക് റീജിയനിൽ കംപ്ലീറ്റ് റോഡ് എക്സ്പാൻഷൻ വരുമ്പോൾ ഈ റോഡ് കംപ്ലീറ്റ് അവർ പൊളിച്ചിട്ടിരിക്കുക, രണ്ടാമത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കംപ്ലീറ്റ്ലി റീവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാണുന്ന പാച്ച് ഒരു 2 കിലോമീറ്റർ കഴിയുമ്പോൾ തീരും. പിന്നെ അങ്ങോട്ട് വരുന്നത് ഈ ഒരു 1/2 കിലോമീറ്ററോളം കട്ട് ചെയ്ത് കല്ല് മാത്രമുള്ള റോഡാണ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി എല്ലാവരും ഒന്ന് സ്ലോ ആവും. പിന്നെ നമുക്ക് ഒരു 1/2 കിലോമീറ്റർ കഴിയുമ്പോൾ നല്ല റോഡ് വരും. ഇതിങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുക, നല്ല റോഡും മോശം റോഡും. അത് കാരണം നമുക്കൊരു പ്രോപ്പറായിട്ടൊരു ആവറേജ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങളിവിടെ ആവറേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് 60 ആണ് ഈ ഒരു റൂട്ടിൽ. അതും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ സമയം കുറച്ച് കൂടുതലെടുക്കും നമുക്ക്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജ് ആട്ടോ. ഒരു രക്ഷയില്ലാത്ത ലാൻഡ്സ്കേപ്പും. ഞാൻ പറഞ്ഞില്ല, ഈ ലഡാക്ക് റീജിയൻ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ എല്ലാം ഉണ്ട്. കടലൊഴിച്ച് ബാക്കി എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഇവിടുത്തെ റോഡിൻ്റെ ഒരു അവസ്ഥ. പൊന്നോ പൊട്ടി ഒട്ടിച്ച് പുറത്തിട്ടായിരുന്നു.
നമ്മളിപ്പോൾ ഉള്ളത് ഷോക്ക് വാലിയിലാണ് കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഷോക്ക് വാർ മെമ്മോറിയൽ ആണ്. ഈ കാണുന്ന ആർമി സ്റ്റാച്യൂസ് ഒന്നും വെറും ഡിസ്പ്ലേ അല്ല. ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്നോ ക്ലോത്തിങ്, ഡെസേർട്ട് ക്യാമോഫ്ലാജ്, മൗണ്ടനറിംഗ് ഗിയേഴ്സ്, അങ്ങനെ പല ക്ലൈമറ്റിലും ഡ്യൂട്ടി ചെയ്യുന്ന നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ യൂണിഫോമും എക്യുപ്മെന്റ്സും ഒക്കെയാണ്. ഈ റൂട്ടിനെ വെറും ഒരു ടൂറിസ്റ്റ് റൂട്ട് മാത്രമായിട്ട് കാണരുത്. സിയാച്ചിനിലേക്ക് പോകുന്ന നമ്മുടെ ആർമിയുടെ പ്രധാന ലൈഫ് ലൈൻ കൂടിയാണ് ഈ പ്ലേസ്. സോ ഈ വാലിക്ക് വളരെ ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് കൂടിയുണ്ട്. നമ്മളിപ്പോ ഇവിടുന്ന് നേരെ തുർത്തുക് വില്ലേജിലേക്കാണ് പോകുന്നത്. ഈ റൂട്ടിൽ ഇതേപോലത്തെ കുറെ വുഡൻ ബ്രിഡ്ജസ് ഉണ്ട്. അറ്റ് എ ടൈം ഒരു വലിയ വണ്ടിക്ക് മാത്രമേ ഇതിലൂടെ കടക്കാൻ പറ്റുള്ളൂ. ആർമി വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആർമി കോൺവോയ്സ്, ആർമി വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ആക്ച്വലി ഉള്ളതാണ് നമ്മുടെ മെയിൻ ധൈര്യം. എപ്പോഴും ഉണ്ടോ, എല്ലാ 5 കിലോമീറ്റർ ഓടുമ്പോഴും നമുക്ക് ഒരു ആർമി വണ്ടികളോ അല്ലെങ്കിൽ ഒരു ആർമിക്കാരനെ കാണാൻ പറ്റും. അത് കാരണം വഴിയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും നമ്മളെ രക്ഷിക്കാനുണ്ടാകും എന്നുള്ളൊരു ധൈര്യമുണ്ട്. അതാണ് ഇന്ത്യൻ ആർമി. ഈ താഴെ ഒഴുകുന്നത് ഷോക്ക് റിവറാണ്. കാരാക്കോരം റേഞ്ചിലെ റിമോ ഗ്ലേഷ്യറിൽ നിന്നാണ് ഷോക്ക് റിവർ ഉത്ഭവിക്കുന്നത്. അവിടെ നിന്ന് നൂബ്ര, ഹണ്ടർ, തുർത്തുക്കൊക്കെ കടന്ന് പാകിസ്ഥാനിലൂടെ സിന്ധു നദിയിലേക്ക് ചെന്ന് ചേരും. തുർത്തുക്ക് ഇന്ത്യയുടെ ബോർഡർ വില്ലേജ് ആണ്. 1971 വരെ പാകിസ്ഥാന്റെ കൺട്രോളിലായിരുന്നു തുർത്തുക്ക്. 1971 വാറിന് ശേഷമാണ് ഇന്ത്യയുടെ ഭാഗമായത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകളുടെ ഭാഷയും ഭക്ഷണ രീതിയും എല്ലാം ലഡാക്കുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇതാണ് കേട്ടോ തുർത്തുക് വില്ലേജ്. വളരെ കുറച്ച് ആളുകൾ മാത്രമുണ്ട് ഇവിടെ താമസിക്കുന്നത്. ഈ ഒരു ചെക്ക് പോസ്റ്റിൽ എൻട്രി ചെയ്തിട്ട് വേണം നമുക്ക് താങ് വില്ലേജിലേക്ക് പോകാൻ. ഇത് താങ് വില്ലേജ് ആണ് കേട്ടോ, ലാസ്റ്റ് സിവിലിയൻ വില്ലേജ് ഓഫ് ഇന്ത്യ. തൊട്ടടുത്ത് കാണുന്നത് പാകിസ്ഥാനാണേ. അത് പാകിസ്ഥാനെന്ന്. പാകിസ്ഥാൻ ഒറ്റ 2 കിലോമീറ്റർ എന്ന് പറഞ്ഞു. ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അന്ന് ഇപ്പൊ ഡിവൈഡ് ചെയ്യണത് ഈ 6 റിവർ വണ്ടികൾ ഓടിച്ചു കണ്ടുപിടിച്ചേർക്കുന്നു. അത് നോക്കുന്നു.
ഇവിടത്തെ ലാസ്റ്റ് പോയിന്റ് നിന്ന് ബൈനോക്കുലർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ആർമി ഔട്ട് പോസ്റ്റും LOC ഫെൻസിങ്ങും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഈ പുഴയുടെ ഓപ്പോസിറ്റ് കാണുന്നതാണ് പാകിസ്ഥാൻ. ഫോൺ ക്യാമറയിൽ ഇത് അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും തോന്നുന്നില്ല, എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്യാട്ടോ. അങ്ങനെ താങ് വില്ലേജും കണ്ടിട്ട് നമ്മൾ നേരെ ഹണ്ടർ റൂട്ടിലേക്ക് തിരിച്ചു. ഇനി ഇത്രയും ദൂരം നമ്മൾ തിരിച്ചു പോയിട്ട് നൂബ്ര വാലി ക്രോസ് ചെയ്ത് വേണം നമ്മൾ പാങ്കോങ് റൂട്ടിലേക്ക് എത്താൻ. വന്ന വഴി മുഴുവനും ഇനി റിട്ടേൺ പോകണം. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പറയാട്ടോ, നൂബ്ര വാലി സൈഡിൽ നിന്ന് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ താങ് സൈഡിലേക്ക് വരുന്നത്. ഇത്രയും ദൂരം വന്നിട്ട് തിരിച്ചു പോകാനുള്ള ബുദ്ധിമുട്ടും സമയക്കുറവും ഒക്കെ ആയിരിക്കും മെയിൻ റീസൺ. നൂബ്ര വരെ വന്നിട്ട് താങ് വന്നില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ അത് വലിയൊരു നഷ്ടമായിരിക്കും. കാരണം ഈ റൂട്ടും ഈ ലാൻഡ്സ്കേപ്പും ഒക്കെ വേറെ ലെവൽ തന്നെയാണ്. വീഡിയോയിൽ കാണുമ്പോൾ കുറെ മലകളും പുഴകളും ഒക്കെ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഉള്ള ഫീല് വേറെ തന്നെയാണ്. നമ്മൾ വീണ്ടും നൂബ്ര വാലിയിലേക്ക് എൻട്രി ചെയ്ത സ്ഥലത്തെത്തി. ഇനി എന്തായാലും പാങ്കോങ് എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷെ പറ്റുന്ന അത്രയും പോകാൻ നോക്കാം. ഇത് റിവർ ആണോ തോടാണോ റോഡാണോ ഒന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ ഫുള്ളും ഉരുളൻ കല്ലായതുകൊണ്ട് ബൈക്ക് ഓടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇതൊരു റിയൽ അഡ്വഞ്ചർ തുടങ്ങാനുള്ള സൈനാണെന്ന് മാത്രം മനസ്സിലായി. ഇവിടുത്തെ റോഡ് പണി കാരണമാണ് കേട്ടോ ഇടയ്ക്ക് ഇതുപോലെ ഓഫ് റോഡ് കിട്ടുന്നത്. റോഡുള്ള സ്ഥലത്തൊക്കെ നല്ല റൺവേ പോലത്തെ സൂപ്പർ റോഡായിരിക്കും. റോഡ് ഇല്ലാത്തടത്താണെങ്കിൽ എക്സ്ട്രീം ഓഫ് റോഡും. ചെറുതായിട്ടൊന്ന് പണി പാളി കേട്ടോ. റോഡ് ഇവിടം വരെ ഉള്ളൂ. ഫ്രണ്ടിൽ ഫുള്ളും പാറ പൊട്ടിച്ച് ഫില്ലാക്കിയിരിക്കുകയാണ്. ഇനി മുന്നോട്ട് എങ്ങനെ പോകണം എന്നറിയാതെ അവിടെ തന്നെ നിന്നു. കുറെ നേരം ഒരു അന്തവും കുന്തവും ഇല്ലാതെ നിൽക്കുമ്പോൾ തൊട്ട് താഴെ പുഴയിലൂടെ ഒരു ബൈക്ക് നൂബ്ര സൈഡിലേക്ക് പോയി. ദേവദൂതനെ പോലെ വന്ന് വഴി കാണിച്ചു തന്നത് ആരാണെങ്കിലും 1000 നന്ദി. സത്യം പറഞ്ഞാൽ ഞങ്ങളും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെ ഒരു ട്വിസ്റ്റ്, അതും പുഴയിലൂടെ ഒരു റൂട്ട്.
ഗൈസ്, ഇതൊക്കെയാണ് റിയൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഷോക്ക് റിവറിലൂടെയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. സീരിയസ്ലി മാൻ, ദിസ് ഈസ് അനദർ ലെവൽ. എത്ര ദൂരം ഇങ്ങനെ പോകണമെന്ന് അറിയില്ല, മുന്നിൽ എന്താണെന്നും അറിയില്ല. എന്തായാലും വരുന്നിടത്ത് വെച്ച് നോക്കാന്നുള്ള ധൈര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവാണ്. നമ്മൾ ചെറിയൊരു വാട്ടർ ക്രോസിംഗ് എത്തി കേട്ടോ. കാണാൻ ചെറുതാണെങ്കിലും സൂക്ഷിച്ചു പോയില്ലെങ്കിൽ പണി കിട്ടും. ഒരുപാട് കല്ലുകൾ ഉള്ളത് കൊണ്ടും ഇവിടെ വെട്ടം കുറവായത് കൊണ്ടും സേഫായിട്ടുള്ള വഴി നോക്കി പോയില്ലെങ്കിൽ ഉറപ്പായും താഴെ വീഴും. കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും വെള്ളത്തിനിടയിൽ ഒരുപാട് കല്ലുകളുണ്ട്. സോ ബൈക്കിന്റെ ബാലൻസ് പോകും. വാട്ടർ ക്രോസിംഗ് ഈസ് ഓൾവേസ് റിസ്കി. ഫൈനലി സേഫായിട്ടുള്ള വഴി കിട്ടി കേട്ടോ. നമ്മൾ ഇപ്പോഴും പുഴയിൽ കൂടെ തന്നെയാണ് കേട്ടോ പോകുന്നത്. ഇതുവരെ ഈ ട്രിപ്പിൽ ഞങ്ങൾ നേരിട്ട ഏറ്റവും വലിയ ടെസ്റ്റ് ഈ റൈഡ് തന്നെയായിരുന്നു. റൂട്ടും അറിയാതെ ഗൂഗിൾ മാപ്പും ഇല്ലാതെ ഷോക്ക് റിവറിലൂടെയുള്ള ഈ റൈഡ് ഇതൊരു അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് തന്നെയാണ്. ഫൈനലി നമ്മൾ റോഡ് എത്തി. ഇവിടെ നിന്ന് ഒരു 100 കിലോമീറ്റർ കൂടി ഉണ്ട് പാങ്കോങ്ങിലേക്ക്, വിച്ച് ഈസ് നോട്ട് പോസിബിൾ ടുഡേ. നെക്സ്റ്റ് എവിടെ സ്റ്റേ കാണുന്നു അവിടെ നിർത്തും. നമ്മളിപ്പോൾ ഉള്ളത് അകം എന്ന് പറഞ്ഞ ഒരു പ്ലേസിലാണ് കേട്ടോ. ഇവിടെ റൂംസ് ഒക്കെ അവൈലബിൾ ആണ്. സോ ഇന്ന് ഇവിടെ സ്റ്റേ ആക്കി. അങ്ങനെ സംഭവബഹുലവും ഒരുപാട് പരീക്ഷണങ്ങളും നിറഞ്ഞ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിപ്പിക്കുന്നു. അവർ ബോഡി ബാഡ്ലി നീഡ്സ് സം റെസ്റ്റ്. Until tomorrow, this is Jashim signing off. See you in the next video.